ഗുജറാത്തിൽ 1800 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 300 കിലോഗ്രാം മെത്താംഫെറ്റമിൻ പിടികൂടിയത്. ഗുജറാത്ത് തീരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി രേഖയിൽ നിന്നായിരുന്നു രാജ്യത്തെ തന്നെ വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത്. കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ടതോടെ ലഹരിക്കടത്ത് സംഘം മയക്കുമരുന്ന് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കണ്ടെടുത്ത ലഹരി മരുന്ന് കൂടുതൽ അന്വേഷണത്തിനായി ATSന് കൈമാറിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഏപ്രിൽ 12, 13 തീയതികളിൽ രാത്രിയിലായിരുന്നു സംയുക്ത ഓപ്പറേഷൻ. ഗുജറാത്ത് ATSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാരിടൈം ബൗണ്ടറി രേഖയ്ക്ക് സമീപം സംശയാസ്പദ സാഹചര്യത്തിൽ ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് കോസ്റ്റ് ഗാർഡ് പരിശോധനയ്ക്കെത്തിയത്. അതിർത്തിക്കപ്പുറത്ത് നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും ഒരു മത്സ്യബന്ധന ബോട്ട് വഴി ഇന്ത്യൻ തീരങ്ങളിലേക്ക് കടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു. 1640 കിലോമീറ്റർ തീരപ്രദേശമുള്ള ഗുജറാത്ത് രാജ്യത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. ഇവിടെ എത്തുന്നതിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് പിടിക്കപ്പെടുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. 2021 ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് 2988 കിലോഗ്രാം ഫെറോയിൻ പിടികൂടിയിരുന്നു. 21,000 കോടി രൂപയോളം വരും മയക്കുമരുന്നിന്റെ ഏകദേശ മൂല്യം. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയുടെ പേരിൽ ഇറക്കുമതി ചെയ്ത മയക്കുമരുന്ന് ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിച്ച മയക്കുമരുന്ന് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖം വഴിയാണ് മുന്ദ്ര തുറമുഖത്ത് എത്തിക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. 2024 ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്ത് നിന്ന് 3300 കിലോഗ്രാം മയക്കുമരുന്നായി പോയ ഒരു ഇറാനിയൻ ബോട്ട് ഇന്ത്യൻ ഏജൻസികൾ പിടികൂടുകയായിരുന്നു. 2023 നവംബറിൽ മറ്റൊരു ഇറാനിയൻ കപ്പലിൽ നിന്നും 700 കിലോഗ്രാം മെത്താംഫെറ്റാമൈൻ പിടിച്ചെടുത്തിരുന്നു. 2024 ഏപ്രിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട 173 കിലോഗ്രാം ഹാഷിഷ് പോർബന്തറിന് സമീപമുള്ള ഒരു ഇന്ത്യൻ ബോട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു. അതുപോലെ ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു. 6.77 കോടിയിലധികം വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംഭവത്തിൽ 9 മലയാളികളെയും ഒരു വിദേശ പൗരനെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 വ്യത്യസ്ത സംഭവങ്ങളിലായി മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അറസ്റ്റിലായത്. ഇലക്ട്രോണിക് സിറ്റിയിൽ വെച്ച് മലയാളി എഞ്ചിനീയർ ജിജോ പ്രസാദ് അറസ്റ്റിലായി. സിവിൽ എഞ്ചിനീയറായ ഇയാളെ പിടികൂടുമ്പോൾ കൈവശം 1 കിലോ 50 ഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവ് ഉണ്ടായിരുന്നതായി സിറ്റി ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ലഹരിക്കടത്തിന് ഉപയോഗിച്ചിരുന്ന കാറും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2.5 കിലോ ഹൈഡ്രോപോണിക് കഞ്ചാവ് കണ്ടെടുത്തു. 27 ലക്ഷം രൂപ വില വരുന്ന 110 ഗ്രാം MDMAയുമായിട്ടാണ് 8 മലയാളി യുവാക്കളെ പിടികൂടിയത്. യലഹങ്ക ന്യൂ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ഇവരിൽ നിന്നും 10 മൊബൈൽ ഫോണുകളും 2 കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സംഘത്തിലെ മറ്റു കണ്ണികളെ കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും ബംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ബേഗൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് നൈജീരിയൻ പൗരനെ MDMA ക്രിസ്റ്റലുകൾ സഹിതം ബംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയത്. 2012 ബിസിനസ് വിസയിലാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത്. കോളേജ് വിദ്യാർത്ഥികളെയും നഗരത്തിലെ IT, BT മേഖലകളിലെ പ്രൊഫഷണലുകളെയും ലക്ഷ്യമിട്ട് ഗ്രാമിന് 20,000 വരെ വിലയ്ക്ക് ഇയാൾ ലഹരി വസ്തുക്കൾ വിറ്റിരുന്നു. വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വ്യാജരേഖ നിർമ്മിച്ചാണ് ഇയാൾ ഇന്ത്യയിൽ തങ്ങിയിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്.